CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് വടകരയിൽ തുടക്കമാവും. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3 ടേം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഈ സമ്മേളനത്തോടെ സ്ഥാനം ഒഴിയും. മുൻ MLA പി പ്രദീപ് കുമാർ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് എന്നിവരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രമുഖർ. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 3 ടേം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പകരക്കാരനായി ആര് തെരഞ്ഞെടുക്കപ്പെടും എന്നതാണ് ആകാംക്ഷ. പ്രധാനമായും 4 പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാറിനും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബിനുമാണ് ആദ്യ പരിഗണന. KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ദിനേശൻ, DYFI മുൻ ജില്ലാ സെക്രട്ടറി T വിശ്വനാഥനും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യത ഉള്ളവരാണ്. മികച്ച നിയമസഭാ സാമാജികൻ എന്ന് പേരെടുത്ത A പ്രദീപ് കുമാർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും സംഘടനാ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറിയാകാൻ സാധ്യത കൂടുതലാണ്. കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് M മെഹബൂബ്. 1ാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനായ മെഹബൂബ് 2021 വീണ്ടും ചെയർമാനായി. വിവാദമായ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മെഹബൂബായിരുന്നു. കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ KK ദിനേശൻ മികച്ച സംഘാടകനും പാർട്ടിയിലെ ജനകീയ മുഖവുമാണ്. മലയോര മേഖലയിൽ നിന്ന് മത്തായി ചാക്കോയ്ക്ക് ശേഷം മറ്റൊരു നേതാവ് ജില്ലയിലെ CPIM നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മലയോര മേഖലയിലെ നേതാവായ T വിശ്വനാഥനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ PB അംഗങ്ങളായ MV ഗോവിന്ദനും A വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജനും PK ശ്രീമതിയും പങ്കെടുക്കും. സമ്മേളനം നടക്കുന്ന 3 ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലുണ്ടാകും. വടകര ലോക്സഭാ മണ്ഡലത്തിലെ KK ശൈലജയുടെ തോൽവിയും ആഭ്യന്തര വകുപ്പിനെതിരായ തുടർച്ചയായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് പുതിയ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.